നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംഗതി കൈവിട്ടു പോയിരിക്കുകയാണ്. തന്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന പരാതി നിലനിൽക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാക്കിയ രേഖയിൽ പറയുന്നു. താൻ യുവതിക്ക് ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയിട്ടില്ലെന്നാണ് രാഹുൽ പറയുന്നത്. എന്നാൽ മരുന്ന് നൽകിയെന്നാണ് ഇരയുടെ മൊഴി. സുഹൃത്ത് നൽകിയ ഗുളികയാണ് യുവതി കഴിച്ചത് എങ്കിൽ രാഹുലിന് ഒന്നും വരാനില്ല. രാഹുൽ പറഞ്ഞിട്ടാണ് ഗുളിക വാങ്ങിയത് എന്ന സുഹൃത്ത് പറയണം. അത് സംഭവിക്കുമോ എന്നറിയില്ല. തൽക്കാലം രാഹുലിനെ അറസ്റ്റ് ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക എന്നത് മാത്രമാണ് CPMന്റെ തന്ത്രം. കോടതിയിൽ രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ബോംബുണ്ടെന്നാണ് പറയുന്നത്. താൻ ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് രാഹുൽ ഹാജരാക്കിയ രേഖയിൽ പറയുന്നു. ഇരയെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന രേഖയാണ് കൈമാറിയത്. എല്ലാം പരസ്പര സമ്മതത്തോടെ നടന്നു എന്നാണ് രാഹുലിന്റെ പ്രധാന വാദം. തന്റെ വാദം കോടതി കണക്കിലെടുത്താൽ കേസിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാമെന്ന് രാഹുൽ പറയുന്നു. കൃത്യമായ തെളിവുകൾ രാഹുൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് രാഹുലിന്റെ അഭിഭാഷകർ. മുൻകൂർ ജാമ്യം ലഭിക്കാൻ മാത്രമാണ് ഇപ്പോൾ രാഹുൽ ശ്രമിക്കുന്നത്. തനിക്കെതിരെയുള്ള പീഡന കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും കേസിന് പിന്നിൽ CPM BJP നെക്സസ് ആണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. കേസിന് മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. യുവതിയുടെ വിവാഹശേഷമാണ് ബന്ധം ഫേസ്ബുക്കിലൂടെ തുടങ്ങിയത് എന്നും താൻ കാരണമല്ല യുവതി ഗർഭിണിയായത് എന്നും യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. മുൻകൂർ ജാമ്യ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. രാഹുൽ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ച പഴുതുകൾ അടച്ച വാദിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. രാഹുലിന്റെ രേഖകളിൽ ഉള്ള ഗുണ്ടകൾ പോലീസിന് വലിയ പിടിയില്ല. നിർബന്ധിച്ച ഗർഭചിത്രം നടത്തിയെന്ന കുറ്റം ബലാത്സംഗ കുറ്റവും നിലനിൽക്കില്ലെന്നാണ് ജാമ്യ ഹർജിയിലെ വാദം. ഗർഭം അലസിപ്പിക്കാൻ യുവതി സ്വയം മരുന്ന് കഴിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ താൻ എങ്ങനെ പ്രതിയാകുമെന്നുമാണ് ഹർജിയിലെ രാഹുലിന്റെ വാദങ്ങൾ. ശബരിമല സ്വർണക്കൊള്ളയുടെ നാണക്കേട് മറയ്ക്കാനാണ് സർക്കാർ തനിക്കെതിരെയുള്ള കേസിലൂടെ ശ്രമിക്കുന്നത് എന്നും യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ കേസിലെ രാഷ്ട്രീയം വ്യക്തമാണെന്നും ഹർജിയിൽ പറയുന്നു. രാഹുലിന്റെ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തിയാൽ അത് രാഹുലിന് അനുകൂലമായി തീരുമോ എന്ന സംശയത്തിലാണ് പോലീസ്. കേസിൽ നിന്നും രാഹുൽ ഊരിയാൽ അത് സർക്കാരിന്റെ ഇമേജിനെ ബാധിക്കും. മുമ്പും സർക്കാർ അറസ്റ്റ് ചെയ്താണ് രാഹുലിനെ താരമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. രാഹുലിന്റെ ഭീഷണിയിൽ നടത്തിയത് അശാസ്ത്രീയ ഗർഭചിത്രമെന്ന് വ്യക്തമാവുന്ന മൊഴിയാണ് യുവതിയുടേത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ ജോബി ജോസഫ് യുവതിക്ക് നൽകിയത് ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നുകളാണെന്നതിൽ അമിത രക്തസ്രാവത്തിന് വഴിയൊരുക്കിയെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അടിയന്തര വൈദ്യസഹായം തേടിയത് അപകടം കുറച്ചെന്നും യുവതി മൊഴി നൽകി. എന്നാൽ അശാസ്ത്രീയ ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചെന്ന വാദം നിലനിൽക്കുമോ എന്ന സംശയത്തിൽ പോലീസിലെ നിയമോപദേശകർ ഉണ്ട്. രാഹുലിന്റെ സുഹൃത്താണ് മരുന്ന് നൽകിയത്. രാഹുലല്ല. സാധാരണഗതിയിൽ ഗർഭചിത്രം നടത്തുമ്പോൾ യുവതിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ മരുന്നുകൾ നിർദ്ദേശിക്കുക എന്നാണ്. യാതൊരു നിർദ്ദേശവും ഇല്ലാതെയാണ് ഈ മരുന്ന് യുവതിക്ക് ലഭിച്ചത്. അത് മരണത്തിന് പോലും കാരണമാകുമെന്നും ഡോക്ടർ വിലയിരുത്തിയിരുന്നു. നിലവിൽ ജോബി ജോസഫും ഒളിവിലാണ്. ജോബി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെന്നാണ് വിവരം. അതേസമയം പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വൈദ്യപരിശോധന നടത്തിയത്. പരാതിക്കാരുടെ സുഹൃത്തുക്കളുടെയും ചികിത്സിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും. ഇന്ന് മുതൽ മൊഴിയെടുപ്പ് തുടങ്ങാനാണ് പോലീസ് നീക്കം. യുവതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഗർഭചിത്രം നടത്താൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് ആണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾക്കെതിരെ കേസ് എടുത്തത്. ബിസിനസ്സുകാരനാണ് ജോബി. ലൈംഗിക അതിക്രമ പരാതി യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് അജ്ഞാതമാണ്. വ്യാഴാഴ്ച വൈകിട്ട് ഫോൺ ഓഫ് ചെയ്ത രാഹുൽ എവിടെയെന്ന് അറിവില്ല എന്നാണ് MLA ഓഫീസിലെ ജീവനക്കാരും പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത തടയാൻ രാഹുലിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ യുവതിക്ക് ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചത് KSU മുൻ നേതാവാണ്. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജ് യൂണിയൻ മുൻ ചെയർമാനും ആറന്മുള
മെഴുവേലി സ്വദേശിയുമായ ജോബി ജോസഫാണ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് എത്തിച്ചു കൊടുത്തത്. കേസിൽ ഇയാൾ രണ്ടാം പ്രതിയാണ്. 2010-11 കാലയളവിൽ കാതോലിക്കേറ്റ് കോളേജിലെ KSU യൂണിയൻ ഭാരവാഹികളായിരുന്നു ഇരുവരും. ജോബി ചെയർമാനായിരുന്നപ്പോൾ രാഹുൽ സർവകലാശാല യൂണിയൻ കൗൺസിലറായിരുന്നു. പത്തനംതിട്ടയിലും അടൂരിലും വസ്ത്ര വ്യാപാരശാല നടത്തുന്ന ജോബി രാഹുലിന്റെ ഉറ്റ സുഹൃത്താണ്. അതിജീവിത ദുരനുഭവം വിവരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടിയാണ് ജോബിയുടെ പങ്ക് വെളിവായത്. ഗർഭചിത്രത്തിന് മരുന്ന് ഉപയോഗിച്ചതിന് ഡോക്ടർ വഴക്കു പറഞ്ഞു എന്ന ശബ്ദ സന്ദേശത്തിൽ അതിജീവിത സുഹൃത്തിനോട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാരാ നിങ്ങൾക്ക് കൊണ്ടുതന്നത്? നിങ്ങളെ കൊല്ലാനാണോ കൊണ്ടുതന്നത്? പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ, ഒരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും പീക്കായി നിൽക്കുന്ന സമയത്ത് ഇതാരാണ് കൊണ്ടുതന്നത് എന്ന് ഡോക്ടർ ചോദിച്ചതായും അതിജീവിത പറയുന്നുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയായ യുവതിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വ്യാപക സൈബർ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിലാണ് പരാതി നൽകിയ യുവതിയുടെ ഗർഭചിത്രം അപകടകരമായ രീതിയിലായിരുന്നു എന്ന് ഡോക്ടർ മൊഴി നൽകിയത്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളികകൾ കഴിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. തുടർന്നുള്ള രക്തസ്രവം യുവതി ചികിത്സ തേടേണ്ട സാഹചര്യം പോലും ഉണ്ടാക്കിയെന്നും പറയുന്നു. 2 ഗുളികകളാണ് ജോബി നൽകിയത്. ഗർഭം ധരിച്ച് പരമാവധി 7 ആഴ്ചയ്ക്കകം കഴിക്കാവുന്ന ഗുളികകളാണ് 3 മാസം ഗർഭിണിയായിരിക്കെ കഴിച്ചത്. ഡോക്ടറുടെ നിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ ഗുളികകൾ കഴിപ്പിച്ചത് അതീവ ഗുരുതര സ്ഥിതിയിൽ എത്തിച്ചു. അമിത രക്തസ്രവം മൂലം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വർ അറസ്റ്റിലായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയിട്ടുമില്ല. യുവതി ശക്തമായ പരാതി തന്നെയാണ് നൽകിയിരിക്കുന്നത്. യുവതിക്കെതിരെ കഴിഞ്ഞ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകിയിരുന്നു. സീൽഡ് കവറിലാണ് യുവതിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന കാറിലെന്ന് പോലീസിന് വിവരം ലഭിച്ചു. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുലിനെ കാണാതായത്. സ്വന്തം വാഹനം ഫ്ളാറ്റിൽ നിർത്തിയിട്ട ശേഷമാണ് മറ്റൊരു കാറിൽ രാഹുൽ പോയത്. കേസെടുത്ത 4ാം ദിവസം രാഹുൽ എവിടെയെന്നാണ് കണ്ടെത്താനായിട്ടില്ല. രാഹുൽ ചുവന്ന കാറിൽ പാലക്കാട് നിന്ന് പോയതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്പർ പരിശോധിച്ചപ്പോൾ കാർ ഒരു സിനിമാ താരത്തിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട്. പോലീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. രാഹുലിനെതിരായ ലൈംഗിക പീഡന കേസിൽ താമസ സ്ഥലമായ പാലക്കാട് കുന്നത്തൂർമേടുള്ള ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തിയത്. മെയിൽ അവിടെ പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴി പ്രകാരമുള്ള പരിശോധന 5 മണിക്കൂറോളം നീണ്ടു. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതായി പാലക്കാട് ASP രാജേഷ് കുമാർ പറഞ്ഞു. 1 മാസം മുൻപും വരെയുള്ള ദൃശ്യങ്ങളെ ഉള്ളൂ എന്നാണ് സൂചന. പഴയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെയും ഡ്രൈവറെയും സംഘം ചോദ്യം ചെയ്തു.